ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു. നോമ്പും ഓർഡേഴ്സും എല്ലാം കൂടെ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഓർഡർ ലക്ഷദ്വീപിക്ക് അയക്കാനാണ്. എൻ്റെ റെഗുലർ കസ്റ്റമർ തന്നെയാണ് കേട്ടോ അവർ. അപ്പോൾ എപ്പോഴും ഞാൻ അവർക്ക് അയക്കുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാറ്, ഷിപ്പിംഗ് ചാർജ് എത്ര വരിക, അങ്ങനെ കുറേ ഡൗട്ട്സ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഏതായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അവർക്ക് അയക്കാനുള്ളത് നെയിൽ കൊണ്ട് പേസ്റ്റ്, പിന്നെ ബിഗിനേഴ്സ് കിറ്റ്, സെല്ലോഫൈൻ ഷീറ്റ്, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നെയിൽ കൊണ്ട് മിക്സ് ചെയ്യാണ്, പേസ്റ്റ് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അവർക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുമ്പോൾ സ്പീഡ് പോസ്റ്റ് വഴി തന്നെ അയക്കണം. വേറെ DTDC, സ്പീഡ് ആൻഡ് സേഫ്, പിന്നെ അതേപോലെ പ്രൊഫഷണൽ കൊറിയർ, ഈ വഴിയൊന്നും നമുക്ക് അവർക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല. ആദ്യം ഉണ്ടായിരുന്നത്ര സർവീസ് ഉണ്ടായിരുന്നത്ര, പിന്നെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണം വന്നപ്പോഴാണ് അത് നിർത്തിയെന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് എങ്ങനെയാണ് ഓർഡർ കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവരെന്നെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് തന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. വന്ന മുതൽ ഞാൻ തന്നെയാണ് അവർക്ക് അയച്ചു കൊടുക്കൽ. പിന്നെ ഈ മെഹന്തി മാത്രമല്ല, ഇവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എനിക്കിങ്ങനെ ഫോട്ടോ അയച്ചിട്ട് അയച്ചു തരും. നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം കിട്ടുമോ, അതൊന്ന് എനിക്ക് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ അയച്ചു കൊടുക്കൽ. പിന്നെ ഷിപ്പിംഗ് ചാർജ് എത്രയെന്ന് വെച്ചാൽ, നോർമൽ കൊറിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 to 60 അതിൻ്റെ ഉള്ളിൽ വരിക. പിന്നെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ചാർജ് കൂടട്ടോ. അതേപോലെ വേറൊരു ഓപ്ഷനുള്ളത് സ്പീഡ് കൊറിയറാണ്. സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടും, 400 സംതിങ് ഒക്കെ റേറ്റ് വരും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ചാർജും കൂടും. അവർക്ക് ഞാൻ ആദ്യം അയച്ചിരുന്നത് നെയിൽ ലിക്വിഡ് മാത്രമാണ്, അതായത് ലിക്വിഡായിട്ടാണ് അയച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ലിക്വിഡ് ഐറ്റംസ് ഒന്നും എടുക്കാതെ, ഈ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ലീക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ നാശമാവില്ല. അതുകൊണ്ടാണ് അവരെടുക്കാത്തത്. അപ്പോൾ അവർ ഇത്ര ml ലിക്വിഡ് അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ലിക്വിഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കൽ മാത്രമല്ല കേട്ടോ. പിന്നെ അതേപോലെ പാക്കിങ്ങിൻ്റെ ടൈമിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാ ഓഫീസിലും ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇവിടെ ഉണ്ട്. അങ്ങനെ പാക്ക് ചെയ്തിട്ട് ആദ്യമൊക്കെ ഞാൻ ബോക്സിലാക്കി കൊടുക്കും. സാധാരണ ഇവിടെ കൊടുക്കണ പോലെ തന്നെ കൊടുക്കാം. അപ്പോൾ അവർ പറയും ഈ ബോക്സിൻ്റെ മേലെ എഴുത്ത് വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെ ബോക്സൊക്കെ ആണെങ്കിൽ അതിന് കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും പാടില്ല പറഞ്ഞിട്ട് അവർ റിട്ടേൺ തരും. എന്നിട്ട് ഒരു പ്ലെയിൻ പേപ്പറായിട്ട് പൊതിഞ്ഞ് അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ അപ്പോഴും ചിലപ്പോൾ റിട്ടേൺ വരും. കാരണം അഡ്രസ്സ് എഴുതുമ്പോൾ 2 ഭാഗത്തായിട്ട് എഴുതണത്, ഫ്രം അഡ്രസ്സ് ഒരു സൈഡിൽ, ടു അഡ്രസ്സ് ഒരു സൈഡിൽ, അങ്ങനെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ വേണം ഇവർക്ക് കൊറിയർ അയച്ച് കൊടുക്കണമെങ്കിൽ. ഞാനതൊക്കെ റാപ്പ് ചെയ്ത് അഡ്രസ്സൊക്കെ 2 ഭാഗത്താക്കിയിട്ട് എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6-ാം തീയതി അവർക്കൊരു കപ്പ് ഷിപ്പ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എറണാകുളത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുന്നായിട്ട് അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു 4-ാം തീയതി ആയിട്ടാണ് ഞാനത് അയച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുമ്പോൾ എന്തായാലും അതിന് ശേഷം അത് ഞാൻ ഡേറ്റ് പറയാൻ കാരണം. അപ്പോൾ നോർമലായിട്ട് തന്നെ അയച്ചിട്ടുള്ളത്. നോർമൽ അയച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ആയത് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഓൾ.